ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകനെ, വയലിനിസ്റ്റിനെ, ഗായകനെ സ്നേഹിക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. സംഗീതത്തിന്റെ മാന്ത്രിക സ്പർശമുള്ള അദ്ദേഹം തൃശൂർ സ്വദേശിയാണ്. എന്നാൽ സംഗീതത്തിലേക്ക് ചുവടുവെച്ച ആദ്യകാലത്ത് അദ്ദേഹം താമസിച്ചിരുന്നത് ചെന്നൈയിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 ആൺമക്കൾക്കൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോഴാണ് ഒരു വീട് വേണമെന്ന ചിന്തയുണ്ടായതും അന്നത്തെ കൊച്ചു സമ്പാദ്യം കൊണ്ട് ചെന്നൈയിലെ സാലിഗ്രാമിലെ രാജേന്ദ്രൻ കോളനിയിൽ കുറച്ചു സ്ഥലം വാങ്ങി വീട് പണിതതും. നമ്പർ 11 എന്നായിരുന്നു വീട്ടു നമ്പർ. പിന്നീട് ജീവിതം ആ വീട്ടിലായിരുന്നു. മക്കൾ വളർന്നു, സംഗീതം വളർന്നു. ജോലി ആവശ്യാർത്ഥം ഔസേപ്പച്ചൻ കേരളത്തിലേക്ക് വന്നും പോയുമിരുന്നു. അപ്പോഴും ഭാര്യ മറിയ ആ വീട്ടിൽ തന്നെയായിരുന്നു. ആ വീടിൻ്റെ മുക്കും മൂലയും പരിപാലിച്ച് 37 വർഷത്തോളമാണ് മറിയയും ഔസേപ്പച്ചനും അവിടെ കഴിഞ്ഞത്. ഒടുവിൽ ഉള്ളുവിങ്ങി ആ വീടിനോട് യാത്ര പറയേണ്ടി വരികയായിരുന്നു അവർക്ക്. അതിനു കാരണമായത് ചില ജീവിത സാഹചര്യങ്ങളായിരുന്നു. ഔസേപ്പച്ചൻ്റെ മൂത്ത മകൻ US-ലാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇളയ മകൻ്റെ വിവാഹം. നാട്ടിൽ വീടില്ലാതിരുന്നതിനാൽ തന്നെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഇളയ മകൻ്റെ വിവാഹം നടന്നത്. അപ്പോഴാണ് നാട്ടിൽ ഒരു വീട് വേണമെന്ന ആഗ്രഹമുണ്ടായത്. അങ്ങനെ തൃശൂർ കിഴക്കേക്കോട്ടയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയിട്ട 11.5 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ഇതുപോലെ കണ്ണായ ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയിട്ട സ്ഥലം വിൽക്കാതെ ഇട്ടത് ഇങ്ങനെയൊരു വിധി നിശ്ചയത്തിലേക്ക് എത്തുകയായിരുന്നു. മക്കളോട് ചോദിച്ചപ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതവും. അങ്ങനെയാണ് ഔസേപ്പച്ചൻ്റെ കൺസെപ്റ്റിൽ വലിയ സ്റ്റുഡിയോ അടക്കം മകൻ്റെയും മരുമകളുടെയും ഡിസൈനിൽ അത്യാഡംബരമായ പുതിയ വീട് തൃശ്ശൂരിൽ ഒരുങ്ങിയത്. ഇവിടെ വീട് പണിയാനുള്ള തീരുമാനവും ചെന്നൈ വിടാനുള്ള തീരുമാനവും അവിടുത്തെ വീട് വിൽക്കാനുള്ള തീരുമാനവും ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. ഇവിടെ സഹോദരങ്ങളെല്ലാം തൊട്ടരികെ തന്നെയാണ് താമസിക്കുന്നത്. 2017 പുതിയ വീടിൻ്റെ പണി തുടങ്ങിയത്. 2019 പൂർത്തീകരിക്കുകയും 2020 മാർച്ച് 14 ഗൃഹപ്രവേശനവും താമസം തുടങ്ങലുമെല്ലാം കഴിയുകയും ചെയ്തു. എങ്കിലും ആ പുതിയ വീടിൻ്റെ ഉമ്മറത്തിരിക്കുമ്പോൾ ഓർമ്മകൾ ചെന്നൈയിലെ സാലിഗ്രാമിലുള്ള പഴയ വീടിൻ്റെ പടിക്കലേക്കെത്തും. 26-ാം വയസ്സിൽ കയ്യിൽ അധികം സമ്പാദ്യമൊന്നുമില്ലാതിരുന്ന കാലത്ത് വാടക വീട് ഒഴിവാക്കാൻ വേണ്ടി പണിത ആ പഴയ വീട് ഔസേപ്പച്ചൻ്റെ സംഗീത ജീവിതം പിച്ചവെച്ചതും വളർന്നതും മക്കൾ ഓടിച്ചാടി നടന്നതും ആ ചുമരുകൾക്കുള്ളിലായിരുന്നു. 2020 മാർച്ചിലെ ഒരു സായാഹ്നത്തിലാണ് ആ വീടിൻ്റെ മുൻവാതിലിൽ ഒരു മുത്തം നൽകി ഔസേപ്പച്ചനും പ്രിയതമ മറിയയും നിറകണ്ണുകളോടെ യാത്ര പറഞ്ഞിറങ്ങിയത്. ഔസേപ്പച്ചൻ, മറിയ, കിരൺ, അരുൺ എന്നിങ്ങനെ 4 പേരുടെയും പേരിൻ്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്താണ് ഓംകാര എന്ന പുതിയ വീടിന് പേരിട്ടിരിക്കുന്നത്. കയ്യിൽ സമ്പാദ്യമൊന്നുമില്ലാതിരുന്ന കാലത്ത് പണിത വീടായതിനാൽ തന്നെ ചെന്നൈയിലേത് ഒരു സ്വപ്ന വീടൊന്നുമായിരുന്നില്ല. പക്ഷേ ഔസേപ്പച്ചന് തൃശ്ശൂരിലെ പുതിയ വീട് തൻ്റെ സ്വപ്നം തന്നെയാണ്. പക്ഷേ മറിയയ്ക്ക് ആ പഴയ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ഹൃദയത്തോട് ചേർത്ത് വെച്ച നീറുന്ന ഓർമ്മയാണെന്ന് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഔസേപ്പച്ചൻ പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.